പ്രവാസലോകത്തെ വാർത്തകൾ. മികച്ച സാമ്പത്തിക വളർച്ച കൈവരിച്ച ദുബായ് 2026 ആദ്യ 3 മാസങ്ങളിൽ ദുബായിയുടെ GDP 232 ബില്യൺ ദിർഹമായി. സാമ്പത്തിക മേഖലയിൽ ദുബായ് മുന്നേറുന്നു. 2026 ആദ്യ 3 മാസങ്ങളിൽ ദുബായിയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 232 ബില്യൺ ദിർഹത്തിലെത്തി. മുൻവർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 2.4% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ദുബായിയുടെ സമ്പദ്വ്യവസ്ഥ കൈവരിച്ച കരുത്തിന്റെയും വൈവിധ്യവൽക്കരണത്തിന്റെയും തെളിവാണ് ഈ മുന്നേറ്റമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. സ്വകാര്യ മേഖലയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തവും കൃത്യമായ വിവരശേഖരണവും നയരൂപീകരണവും ദുബായിയുടെ ബിസിനസ് അനുകൂല അന്തരീക്ഷത്തെ കൂടുതൽ ശക്തമാക്കുന്നു. വിവിധ സാമ്പത്തിക മേഖലകളിൽ ആരോഗ്യ സാമൂഹിക സേവന രംഗത്താണ് ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത്. 17.5%. ഈ മേഖലയിൽ നിന്നുള്ള വരുമാനം 360 കോടി ദിർഹമായി ഉയർന്നു. വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, മാലിന്യ സംസ്കരണ മേഖലകൾ 8.4% വളർച്ചയോടെ 460 കോടി ദിർഹം GDPയിലേക്ക് സംഭാവന ചെയ്തു. നിർമ്മാണ മേഖല 8.2% വളർച്ച കൈവരിച്ച് 1870 കോടി ദിർഹമിലെത്തി. ഇത് ദുബായിയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 8.1%. സ്ഥിരതയാർന്ന മുന്നേറ്റം തുടരുന്ന റിയൽ എസ്റ്റേറ്റ് മേഖല 3.1% വളർച്ചയോടെ 2600 കോടി ദിർഹത്തിന്റെ വരുമാനമുണ്ടാക്കി. ദുബായ് സമ്പദ്വ്യവസ്ഥയിൽ ഇപ്പോഴും ഏറ്റവും വലിയ പങ്കുവഹിക്കുന്നത് മൊത്ത ചില്ലറ വ്യാപാര മേഖലയാണ്. മൊത്തം GDPയുടെ 22% ഈ മേഖലയുടെ സംഭാവനയാണ്. കഴിഞ്ഞ വർഷത്തെ 4960 കോടി ദിർഹത്തിൽ നിന്നും ഇത്തവണ വരുമാനം 5090 കോടി ദിർഹമായി ഉയർന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് ഡൽഹി റൂട്ടിൽ എമിറേറ്റ്സ് ഒക്ടോബർ മുതൽ A380 സർവീസ് ആരംഭിക്കുന്നു. കൊച്ചിയിലേക്കുള്ള വിമാനങ്ങളിൽ പ്രീമിയം ഇക്കോണമി സൗകര്യം ലഭ്യമാക്കുമെന്നും എമിറേറ്റ്സ് അറിയിച്ചു. ഡൽഹിയിലേക്ക് ഒക്ടോബർ 25 മുതൽ മുൻനിര വിമാനമായ എയർബസ് A380 സർവീസ് ആരംഭിക്കുമെന്ന് എമിറേറ്റ്സ് പ്രഖ്യാപിച്ചു. ഇതോടെ എമിറേറ്റ്സിന്റെ ഐക്കണിക് ഡബിൾ ഡെക്കർ വിമാന സർവീസ് ലഭിക്കുന്ന ഇന്ത്യയിലെ 3ാമത്തെ നഗരമായി ഡൽഹി മാറും. മുംബൈയും ബംഗളൂരുവുമാണ് നിലവിൽ A380 സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ നഗരങ്ങൾ. എമിറേറ്റ്സ് തങ്ങളുടെ പ്രീമിയം ഇക്കോണമി സൗകര്യം കൊച്ചി ഉൾപ്പെടെ ഇന്ത്യയിലെ 6 നഗരങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതായി എമിറേറ്റ്സ് ഡെപ്യൂട്ടി പ്രസിഡന്റും ചീഫ് കൊമേഴ്സ്യൽ ഓഫീസറുമായ അദ്നാൻ കാസിം പറഞ്ഞു. ഒക്ടോബർ മുതൽ ഡൽഹി, മുംബൈ, അഹമ്മദാബാദ്, ബംഗളൂരു, കൊൽക്കത്ത, കൊച്ചി എന്നീ 6 ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള വിമാനങ്ങൾ പ്രീമിയം ഇക്കോണമി ലഭ്യമാകും. ഇത് ഇന്ത്യയിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്ക് കൂടുതൽ മികച്ച ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അവസരമൊരുക്കും. ഒക്ടോബർ അവസാനത്തോടെ ഇന്ത്യയിലേക്ക് എയർലൈനിന്റെ പ്രതിവാര ഷെഡ്യൂൾ ചെയ്ത സർവീസുകൾ പകുതിയോളം പ്രീമിയം ഇക്കോണമി ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി പ്രവാസികൾക്ക് നൽകുന്ന അടിയന്തര കോൺസുലാർ സേവനങ്ങൾ ഈ മാസം 19 വരെ തുടരും. അടിയന്തര സാഹചര്യം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നവർക്ക് മാത്രമാണ് സേവനം ലഭിക്കുന്നത്. പാസ്പോർട്ട്, വിസ സേവനങ്ങളുടെ കരാർ സംബന്ധിച്ച കേസിൽ ഡൽഹി ഹൈക്കോടതി വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയതോടെ സേവനങ്ങൾ പൂർണ്ണതോതിൽ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ജൂലൈ 1 മുതൽ ആരംഭിച്ച പരിമിതമായ അടിയന്തര കോൺസുലാർ സേവനങ്ങളാണ് ഈ മാസം 19 വരെ തുടരുമെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിരുന്നത്. ദിവസവും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുക. അടിയന്തര സാഹചര്യം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നവർക്ക് മാത്രമാണ് സേവനം ലഭിക്കുന്നത്. തത്കാൽ പാസ്പോർട്ട്, NRI സർട്ടിഫിക്കറ്റ്, സിവിൽ IDയുടെ കാലാവധി അവസാനിക്കാറായുള്ളവർക്കുള്ള ഹ്രസ്വകാല പാസ്പോർട്ട്, എമർജൻസി സർട്ടിഫിക്കറ്റ്, വിസ എന്നിവയാണ് നിലവിൽ സേവനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ പാസ്പോർട്ട് അപേക്ഷകൾ, അറ്റസ്റ്റേഷൻ സേവനങ്ങൾ, റെഗുലർ വിസ അപേക്ഷകൾ എന്നിവ ഇപ്പോഴും സ്വീകരിക്കുന്നില്ല. ഇന്ത്യൻ കോൺസുലാർ അപേക്ഷാ കേന്ദ്രങ്ങളായ ICAC വഴിയുള്ള സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ജൂലൈ 1 മുതൽ കോൺസുലാർ സേവനങ്ങൾ നൽകുന്നതിനുള്ള കരാർ DU ഗ്ലോബൽ ഡിജിറ്റലിന് ലഭിച്ചിരുന്നെങ്കിലും ടെൻഡർ നടപടികൾ നിയമക്കുരുക്കിൽപ്പെട്ടതോടെ സേവനങ്ങൾ തടസ്സപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് പരിമിതമായ സേവനങ്ങൾ എംബസി വഴി ലഭ്യമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.